break it. Would you like a bag? No, fine. So sorry. It's okay. Take care. Thank you. Hiya. I'm sorry. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? കുറച്ചധികം നാളായല്ലേ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വേറെ ഒന്നുമല്ല, നല്ല തിരക്കാണ്. അപ്പം നമുക്ക് ആ തിരക്കൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇന്നത്തെ പരിപാടി വേറൊന്നുമല്ല, ഒരു കുട്ടി ഷോപ്പിംഗ്, ഒരു കൊച്ചു മീ ടൈം. നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ ഈ മീ ടൈം. ഞാൻ എന്നെ തന്നെ റീചാർജ് ചെയ്യുന്നതും റീകണക്ട് ചെയ്യുന്നതും ഇതുപോലൊരു മീ ടൈമിലാണ്. അല്ലെങ്കിൽ ഒരു സോളോ വാക്ക്, അതും അല്ലെങ്കിൽ കുറച്ച് പാമ്പറിങ്. അതാണ് എൻ്റെ മീ ടൈം. ഞാൻ സിറ്റി സെൻറ്റർ വരെ പോകാനുള്ളൊരു പ്ലാനാണ്. വണ്ടി ഒന്നും വേണ്ട ഇന്ന്. 5 മിനിറ്റ് നടന്നാൽ ട്രെയിൻ സ്റ്റേഷനാണ്. 15 മിനിറ്റിൽ നമുക്ക് സിറ്റി സെൻറ്ററിലും എത്താം. പിന്നെ ഷോപ്പിംഗ്, കറക്കം, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ 2 മെയിൻ അപ്പോയിൻമെൻറ്റ് കൂടി ഇന്നുണ്ട്. ഒരു ലേസർ ക്ലിനിക് അപ്പോയിൻമെൻറ്റും ഒരു GP അപ്പോയിൻമെൻറ്റും. അത് രണ്ടും മിസ്സാക്കാൻ പാടില്ല. അതിൻ്റെ ഇടയിലുള്ള കുറച്ച് ഷോപ്പിംഗ് കൂടി. എനിക്ക് പിക്കഡിലി ഗാർഡൻസിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ ഞാൻ ഇതുപോലെ മീ ടൈം വെച്ചിട്ടല്ലായിരുന്നു പോകുന്നത്. അന്ന് എൻ്റെ വീട് അതിനടുത്തായതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോകാമായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ എന്നും അവിടെ തന്നെയായിരുന്നു. സോ ഇപ്പോഴാണ് കുറച്ച് ദൂരം ആയതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യലി ഒരു മീ ടൈം വെക്കാതെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ വർക്ക് ടൈം ഒട്ടും ബാലൻസ്ഡ് അല്ല. ചിലപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടാണ് അത് തോന്നാറുള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്താണെന്നറിയോ? റെസ്റ്റ്, ബ്രീത്ത്, അതുപോലെ ഒരു സ്പേസ് നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കുക. വണ്ടി ഇറങ്ങി ഞാൻ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ട് പോകുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമുക്കിതിന്ന് വെളിയിലിറങ്ങാം. അപ്പോഴാണല്ലോ നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. അത്യാവശ്യം തിരക്കില്ലാത്തൊരു സമയമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു വലിയ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. ഇത് പറ്റിയിട്ടുള്ളൊരു വലിയ അബദ്ധം ഞാൻ ഇന്ന് പറയട്ടെ. വേറൊന്നുമല്ല, ഞാൻ മൈക്ക് എടുക്കാൻ മറന്നുപോയി. ഏകദേശം ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. പിന്നെ തിരിച്ചു പോയി അതെടുത്തിട്ട് വരാനുള്ള ക്ഷമയോ ടൈമോ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ആദ്യമേ ഞാൻ സോറി പറയാണ്. നമുക്കൊരു കോഫി കുടിച്ച് തുടങ്ങിയാലോ? ഒരുപാട് കൂൾ റെസ്റ്റോറൻറ്റും കോഫി ഷോപ്സ് ഒക്കെ ഉണ്ട്. എവിടുന്ന് തുടങ്ങണമെന്ന് ഒരു ഐഡിയ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഒരുപാട് ഓപ്ഷൻസ് കണ്ട ലൈഫിൽ എപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ഒന്ന് നടന്നു നോക്കുക. അപ്പോൾ എന്തെങ്കിലും കാണാതിരിക്കില്ല. ഇതൊരു സെൻട്രൽ ഇൻ്റർചേഞ്ച് പോയിന്റ് കൂടിയാണ്, ട്രാമിനും ട്രെയിൻ സർവീസസിനും കൂടിയിട്ടുള്ള. അതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്സ് നമുക്ക് കാണാൻ പറ്റും. കൂട്ടിന് ആരും ഇല്ലെങ്കിലും ഒരു കോഫി ഉണ്ടെങ്കിൽ ഒരു ഫ്രണ്ട് ഉള്ള പോലെയാണ്. ഒരു പ്രത്യേക ഒരു എനർജിയും വൈബും പുള്ളി തരും. അപ്പം ചിലർ പറയും കഫേൻ ആണെന്ന്. നോ, കോഫി ഈസ് നോട്ട് ജസ്റ്റ് എ കഫേൻ, ഇറ്റ്സ് എ കംഫർട്ട്. അല്ലേ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് മാത്രം. അങ്ങനെ നടന്നപ്പോഴാണ് ഞാൻ സഡൻ ആയിട്ട് പ്രറ്റ മാംഗ്ര കണ്ടത്. അപ്പം പിന്നെ ആദ്യം അങ്ങോട്ട് കയറിയേക്കാം. ചിലപ്പോഴൊക്കെ ചില റെസ്റ്റോറൻറ്റുകളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവർ നമ്മളോട് വന്നിട്ട് പറയും അത് ചെയ്യരുത്, എടുക്കരുതെന്ന്. അങ്ങനെ പറയാത്തിടത്തോളം ഞാൻ എക്സ്ട്രാ ഒരു കോൺഫിഡൻറ്റും വെച്ച് അങ്ങനെ എടുക്കാറാണ്. ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും എന്നോട് പറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള പോർഷൻസ് ഒന്നും ഞാൻ വീഡിയോയിൽ വെക്കാറില്ല. ആ ചേച്ചിയുടെ സ്മൈൽ കൊള്ളാല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയത്തില്ല, ചിലപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചറുടെ സ്മൈൽ ഒരു ഓർഡിനറി മോർണിംഗിനെ ഒരു സംതിങ് ക്വയറ്റ്ലി മാജിക്കലാക്കാൻ നമ്മളെ സഹായിക്കാറുണ്ടല്ലേ. ഇനി നമുക്ക് മെല്ലെ നടന്നു തുടങ്ങിയാലോ? ഒരു 3-4 മിനിറ്റ് അത്രയേ ഉള്ളൂ പിക്കഡലി ഗാർഡൻസിൽ നിന്ന്, അതായത് സ്റ്റേഷനിൽ ഗാർഡൻസിലോട്ടേക്ക്. ഈ സമ്മറായ ഒരു പ്രത്യേക ഫീലാണല്ലേ. ആ വാം ബ്രീസും പണ്ടൊക്കെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൊക്കെ വരുന്ന പോലെ സൺ കിസ്സസും എന്താ പറയുക, അങ്ങനെ അടിപൊളിയാണ് സമ്മർ കാണാൻ വേണ്ടിയിട്ട്. അതും പ്രത്യേകിച്ച് സിറ്റിയിലൊക്കെ വരുമ്പോൾ സമ്മറിനൊരു വല്ലാത്ത ഫീലാണ്. അതിനൊരാൾ കൂടി കാരണമാണല്ലോ, വേറെ ആരുമല്ല, ബ്രൂണസ് കൻസാൻ. അങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കൻസാൻ എന്ന് പറയാം. വേറെ ആരുമല്ല, ആ ദൂരെ കാണുന്ന ആ ഫ്ലവർ. സ്പ്രിങ്ങിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഈ ഫ്ലവർ ഉണ്ടല്ലോ, ആ ഒരു ട്രീയും ഫ്ലവറും ആ സമയം തരുന്ന ഒരു ഫീല് അത് മറ്റൊന്നിനും തരാൻ പറ്റില്ല. ചില ഇടങ്ങളിൽ മാത്രം ഇതുപോലെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്തോ ഒരു ഭംഗിയാണ്. സങ്കടം എന്താന്ന് വെച്ചാൽ ഇതിന് കുറച്ച് നാളേ ഉള്ളൂ ആയുസ്. എന്ന് വെച്ചാൽ ഇൻ ലേറ്റ് സ്പ്രിങ് ടു ഏർലി സമ്മർ, അതായത് സമ്മറും അല്ല സ്പ്രിങ്ങും അല്ല, അങ്ങനെ ഒരു 1-2 ആഴ്ച, പറയുന്നത് ചിലപ്പോൾ ഒരു 3 ആഴ്ച. എന്താ അല്ലേ, എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇത്രയും ബ്ലൂം സീസൺ തരുന്ന അല്ലെങ്കിൽ ബ്ലഷിങ് ആയിട്ടുള്ള ഒരു ഫ്ലീറ്റിംഗ് മൊമെൻറ്റ് തരുന്ന ഈ പ്രൂണസ് കൻസാനെ ആൾക്കാർ പറിച്ചുകൊണ്ട് പോകും. എന്ത് സങ്കടമല്ലേ. അതും ആഴ്ചകളോളം മാത്രം ആയുസുള്ള ഈ പ്രൂണസ് കൻസാനെ എന്തിനാണ് ആൾക്കാർ പറിക്കുന്നതെന്ന് ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. വീണ് കിട്ടുന്നത് പൊറുക്കാം, പക്ഷേ പറിച്ചുകൊണ്ട് പോകുന്നത് വല്ലാത്ത ക്രൂരതയാണല്ലേ. നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഞാനിപ്പോൾ പറയാം. ഞാനൊരു മിക്സഡ് സ്ലാങ് ആണ്. എന്ന് വെച്ചാൽ
ഞാൻ കണ്ണൂർക്കാരിയും പത്തനംതിട്ടക്കാരനുമാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഞാൻ രണ്ടും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻസ് ആംഗിളിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിലും അത് മലയാള ഭാഷയാണല്ലോ, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായാൽ മതി. ഇനിയെങ്ങാനും ആർക്കും മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരാം. ഞാനിപ്പോൾ പോകുന്നത് സൂപ്പർ ഡ്രഗിലേക്കാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വേണം. അങ്ങനെ മാത്രം പറയാൻ പറ്റത്തില്ല. ഷോപ്പിംഗ് ഒരു ട്രഷർ ഹണ്ടാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കില്ല നമ്മൾ പോകുന്നത്, പിന്നെ കാണുന്നതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് തോന്നും. പിന്നെയൊക്കെ ഷോപ്പ് ചെയ്യുന്നത് നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കുക, അതും സ്വന്തം പൈസ. അതെ, നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസ് എപ്പോഴും എന്നും കൂടുതൽ തന്നെയായിരിക്കും. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും വെറൈറ്റി ഓഫ് ബ്രാൻഡ്സ് പ്രത്യേകിച്ച് കേൾസിന് കണ്ടു തുടങ്ങിയത്. നാട്ടിലുള്ളപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മോയ്സ്ചറൈസർ ക്രീം അല്ലെങ്കിൽ ഒരു കേൾ ക്രീം, ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏത് വെറൈറ്റി ഓഫ് ബ്രാൻഡും ട്രൈ ചെയ്യാനുള്ള, പ്രത്യേകിച്ച് പല രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രാൻഡ്, ഇൻ്റർനാഷണൽ ബ്രാൻഡ്സാണ് ഇവിടെ ഇരിക്കുന്ന പലതും കാണാൻ പറ്റും. എല്ലാ അടിപൊളി പ്രൊഡക്ട്സാണ്. ഞാൻ എല്ലാം ഒന്നും പരീക്ഷിച്ചിട്ടില്ല. എനിക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഞാൻ എന്നും ഇവിടുന്ന് കളക്ട് ചെയ്യാറ്. അതിൽ എനിക്കിഷ്ടമുള്ള 2-3 സാധനങ്ങൾ എടുക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതിലൊന്നാണ് ഇവൻ ഉംപെർട്ടോ ജനനി. പേര് കേട്ട് ആരും പേടിക്കണ്ട, നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ കേൾ മോസ് ഭയങ്കര സൂപ്പറാണ്. അതുപോലെ തന്നെയാണ് അവരുടെ കേൾ ഓയിൽ. പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ടാഗ് ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക് ചെന്ന് കയറി നോക്കാം. ചിലപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കണം. പിന്നെയുള്ളതാണ് ഷീ മോയ്സ്ചറിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ്. അതിൽ ഷാമ്പൂ തീർന്നായിരുന്നു, കണ്ടീഷണർ വീട്ടിലുണ്ട്. അപ്പോൾ ഷാമ്പൂ മാത്രം നമുക്കിപ്പോൾ എടുക്കാം. പ്രത്യേക ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാവർക്കും ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അതായത് എനിക്കിഷ്ടമുള്ള പ്രൊഡക്റ്റ് അല്ലെ എൻ്റെ മുടിക്ക് സ്യൂട്ടാവുന്ന പ്രൊഡക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടാവുന്നത്. സോ നോക്കി മാത്രം എന്നും എപ്പോഴും എന്തും വാങ്ങിക്കുക. എനിക്ക് തോന്നുന്നത് നാട്ടിലിപ്പോൾ എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. ഞാൻ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും തോന്നുന്നില്ല. എനിക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചത് സെറാവിയുടെ ഒരു സെറവാണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു പ്രൊഡക്ട്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം. യെസ്, ഇതാണ് ലാ റോഷെ പോസേ. പേര് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. ഫ്രഞ്ചിലെ ഏറ്റവും ഫേമസ് പ്രൊഡക്റ്റാണിത്. അതാണ് ഫ്രഞ്ച് നെയിം. ഞാൻ പ്രത്യേകം സ്കിൻ അഡ്വൈസ് എടുത്തതിന് ശേഷം യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ആക്നി ഇഷ്യൂസ് ഉള്ളവർ, പ്രത്യേകിച്ച് അതിന് മാർക്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രൊഡക്ട്സ് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. Would you like a bag? No, fine. I got a bag. That is £20.65. Is that cash or card? അങ്ങനെ അത്യാവശ്യം നല്ല പൈസ ഇവിടെ പൊട്ടിച്ചത് കാരണം നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു വാക്കിങ്ങിന് പോയാലോ. ചുറ്റും ഒന്ന് നടന്നു കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. Oi, mate. This DJ's good. Let's go inside. Right here, right now, right here, right now, right here, right now. Harmonica to finish. Everybody clap with me. Louder. Check this. Wicked, the jungle is massive. എന്താല്ലേ പൊളിച്ചടുക്കി. എന്തായാലും ഇനിയുള്ള എൻ്റെ സാഹസിക യാത്രയല്ല, സോളോ യാത്രകൾ H&Mലേക്കാണ്. ഞാൻ ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്ലോറൽ ഗൗണാണ്. എന്താന്ന് വെച്ചാൽ എനിക്കൊരു പ്രോഗ്രാം വരുന്നുണ്ട്. അതിന് അത്യാവശ്യം ഒന്ന് മിനിങ്ങി നിൽക്കണമെങ്കിൽ ഫ്ലോറൽ ഗൗൺ ആയിരിക്കും അടിപൊളിയായിട്ട്. നമ്മൾ ഒറ്റക്കാണെങ്കിൽ, ആരും കൂടെ ഇല്ലെങ്കിൽ, സമയം ഒരുപാടുണ്ടെങ്കിൽ എന്ത് കണ്ടാലും ഇതുപോലെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കും. ഒട്ടും കൊള്ളില്ലെങ്കിലും ഇങ്ങനെ ഇതുപോലെ. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് ആയത്. അതായത് നിങ്ങളെ ആരും പുഷ് ചെയ്യാനില്ല, അല്ലെങ്കിൽ നിങ്ങളെ ആരും ഹറി ചെയ്യാനില്ല.
അതായത് നിങ്ങൾക്ക് വീട്ടിൽ പോകണം അല്ലെ ഇത്രയും സമയം നിങ്ങളുടെ കയ്യിലുള്ളൂ, അങ്ങനെ പറയാൻ ആരുമില്ല, ഒന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് ഒരുപാട് സമയം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ട്രൈ ചെയ്യാം, എന്തും ചെയ്യാം. അതെന്ത് രസമല്ലേ. ഇഷ്ടപ്പെട്ട അത് ഉറപ്പായിട്ടും എടുക്കണം. അതാണ് എൻ്റെ പോളിസി. അതെനിക്ക് കിട്ടിയിരിക്കുന്നത് ജിയുടെ കയ്യിൽ നിന്നാണ്. അത് നല്ലൊരു ഹാബിറ്റാണ്. നമ്മൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് എടുക്കില്ല. ആ മൈൻഡ് അങ്ങ് മാറിപ്പോവും. അതിലും നല്ലത് ഇഷ്ടമാണെങ്കിൽ അപ്പം തന്നെ എടുക്കുക. അതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകുമ്പോൾ മാത്രമേ ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങാറുള്ളൂ. H&Mന്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്നാലും പോയൊക്കെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് നമ്മുടെ ഡ്രസ്സ് തപ്പി ഇറങ്ങണം. അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രസ്സ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. സമയം കളയണ്ടല്ലോ. സമയം കളയുന്നതല്ല, ഒരുപാട് സമയം ഉള്ളത് കൊണ്ട് തന്നെ ബാക്കി സമയങ്ങൾ ബാക്കി ഷോപ്പിങ്ങിൽ യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് ഉദ്ദേശിച്ചത്. നമുക്കിനി ആണ്ടൽ ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് പോവാം. അവിടെ 10-200 സ്റ്റോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസും ഉണ്ടാകും. അപ്പോൾ അടുത്ത എൻ്റെ ഗൗണിനായിട്ടുള്ള തെരച്ചിൽ TK മാക്സിലോട്ടേക്ക് അയക്കാം. അങ്ങനെ പോകുമ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. ഈ വീഡിയോയിൽ എൻ്റെ ഫേസ് കുറവാണെന്നും അല്ലെങ്കിൽ കാണിക്കാൻ വിട്ടുപോയതായും എനിക്ക് തോന്നുന്നുണ്ട്. വേറൊന്നുമല്ല, ഞാൻ മൈക്ക് എടുത്തിട്ടില്ലായിരുന്നു. അതുപോലെ ഭയങ്കര നോയ്സ് ആയതുകൊണ്ട് തന്നെ മൈക്കില്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഞാൻ കൂടുതലും പുറത്തുള്ള കാര്യങ്ങൾ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിലും എല്ലാവരെയും ഞാൻ നന്നായി റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും ഈ ഒരു ഫോൾട്ട് ഞാൻ നികത്തിയിരിക്കും. പ്രോമിസ്. എനിക്ക് അത്ര വലുതായൊന്നും ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ടോ എന്താണെന്നറിയത്തില്ല, എനിക്ക് അങ്ങനെ ഒരു വൈബ് സെറ്റായില്ലെങ്കിൽ പിന്നെ അവിടുന്ന് ഡ്രസ്സ് എടുക്കാനുള്ള ഒരു മൂഡ് അങ്ങ് പോകും. എന്നാൽ പിന്നെ ചുമ്മാ അവിടെ നിന്ന് സമയം കളയണ്ടല്ലോ എന്ന് കരുതി പെട്ടെന്ന് ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങി. പിന്നെയുള്ളത് എനിക്ക് എത്രയും പെട്ടെന്ന് ലേസർ ക്ലിനിക്സിൽ പോകണം. വേറൊന്നുമല്ല, അവിടെ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് റീബുക്ക് ചെയ്യണം. അപ്പോൾ അത് രണ്ടിൽ ഏതാണെന്ന് തീരുമാനിച്ച് ഞാൻ പെട്ടെന്ന് ഇറങ്ങുമായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്നതൊക്കെ ഒന്ന് എത്തി നോക്കാൻ ചുമ്മാ ഒരു രസമാണല്ലേ. അങ്ങനെ കണ്ടതാണ് ഞാൻ ഈ ഒരു ആംലെറ്റ്. നല്ല എലഗൻ്റ് ആയിട്ടുള്ള കുറേ ആംലെറ്റിൻ്റെ കളക്ഷൻസ് ആയിരുന്നു ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വാങ്ങിക്കാൻ തീരെ താല്പര്യമില്ല. ഒരുപാട് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള കടകൾ കാണുമ്പോൾ ശരിക്കും ഒരു ഫാൻസി സ്റ്റോറില്ലേ നാട്ടിലെ, അവിടെ പോയൊരു ഫീലാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരുപാട് ഷോപ്പിൽ കയറിയെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൈപ്പിലുള്ള ഒരു ഗൗണോ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കയറുന്ന ഷോപ്പുകളിലൊക്കെ ഭയങ്കര സിമ്പിളായിട്ടും എലഗൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഞാൻ കൂടുതലും കാണുന്നത്. അത് വേറൊന്നുമല്ല, ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള ഡ്രസ്സുകളായിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ബ്രൈഡ്സിനോ അല്ലെങ്കിൽ ബ്രൈഡ് മെയ്ഡ്സിനോ ഉള്ള ഡ്രസ്സുകളാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ, കുറേ പെയർ ഓഫ് ഡ്രസ്സുകളാണ് ഇവിടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പിലുള്ള ഒരു ഡ്രസ്സ് ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ഓപ്ഷൻ. തളർന്നു പോയെന്ന് മാത്രമല്ല, പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡും ആയി. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് വെള്ളം കഴിക്കാം. ഇതാണ് ഒസേയോ. നോർത്ത് ഓഫ് ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഏഷ്യൻ സൂപ്പർ മാർക്കറ്റാണ് ഈ കാണുന്ന ഒസേയോ. കൊറിയൻ പ്രൊഡക്ട്സ് ആണ് കൂടുതലുള്ളതെങ്കിലും കുറച്ച് ഏഷ്യൻ ഗ്രോസറീസും ഉണ്ട്. എപ്പോഴും ഒരു തവണ മാത്രമേ ഞാൻ ഈ ഷോപ്പിൽ വന്നിട്ടുള്ളൂ. അന്ന് ഏതോ കോക്കനട്ട് വാട്ടർ മാത്രം വാങ്ങിച്ചാണ് ഞാൻ ഈ ഷോപ്പിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയത്. ഒരുപാട് ബിവറേജസും ബേക്കറി ഐറ്റംസും അതുപോലെ ഹോം വെയർ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലും ഇന്ന് വരെ എനിക്ക് എന്താണ് ഇവിടുന്ന് വാങ്ങേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി പോകാറാണ് പതിവ്. ഒരു കുപ്പി വെള്ളത്തിനോ ജ്യൂസിനോ വേണ്ടി ഒരു വലിയൊരു ക്യൂ ആയിരുന്നു ഞാൻ അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് കരുതി ഞാൻ ഈ ഷോപ്പിൽ അധിക സമയം നിന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെളിയിലേക്ക് വന്നായിരുന്നു. അടുത്ത ഞാൻ പോകുന്നത് ലേസർ ക്ലിനിക്സിലോട്ടേക്കാണ്. ഓൾറെഡി 6 സിറ്റിംഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 7ാമത്തെ സിറ്റിംഗ് ആയിരുന്നു ഇന്ന്. നടന്നില്ല. കാരണം എന്താണെന്നറിയോ, ഓൾറെഡി സൺ എക്സ്പ്ലോഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ലേസർ ചെയ്യാൻ പാടില്ല. അതായിരുന്നു അവർ പറഞ്ഞത്. സാരമില്ല, അടുത്ത മാസം വേറൊരു ഡേറ്റ് അവർ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു മീ ടൈം ചെയ്യാലോ അല്ലേ. ഞാനിപ്പോൾ കയറിയിട്ടുള്ള ഈ ഷോപ്പിൻ്റെ പേര് ആരെങ്കിലും വായിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഇതാണ് ബ്ലൂ ബനാന. കുറച്ച് ഡാർക്ക് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. കുറച്ച് സ്കെയറി ആയിട്ടുള്ള ഒരു ഷോപ്പ് കൂടിയാണിത്. കുറച്ച് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫാഷൻസും പിന്നെ കുറച്ച് ലൗഡ് മ്യൂസിക്കും പിന്നെ ഒരു ഡാർക്ക് ഒരു നെഗറ്റീവ് വൈബും നമുക്കിതിൻ്റെ അകത്ത് അടിക്കും. പിന്നെ ഇവർ ടാറ്റൂസും ചെയ്തു കൊടുക്കും. അത് മാത്രമല്ല, ഇവിടെയുള്ള സ്റ്റഡ്സ് ആണെങ്കിലും ചെയിൻസ് ആണെങ്കിലും ബാൻഡീസ് ആണെങ്കിലും എല്ലാം കുറച്ച് സ്കെയറി ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കണ്ടില്ലേ, ആ ഷൂസിൻ്റെ ഒക്കെ ഹൈറ്റ് കണ്ടോ? പേടിയാണെങ്കിലും കയറിയൊക്കെ നോക്കാൻ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര രസമല്ലേ.
എനിക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടി യുണീക്ക് ഫാഷൻസ് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാം. പിന്നെ ഇവിടെയുള്ള സ്കൂളിലൊക്കെ ഫംഗ്ഷൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഹാലോവിൻസിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും കൂടുതലും ആൾക്കാർ ഇവിടെ വരുന്നതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്തായാലും പഴയ സിനിമകളിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഈ കോസ്റ്റ്യൂമുകളും എല്ലാം കാണുമ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് വൈബായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം ഇവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങി. ആഹാ, ഫുഡ് കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. ഗുഡ് ഫുഡ് ഈക്വൽ ടു ഗുഡ് മൂഡ് എന്നാണല്ലോ. അപ്പോൾ കലോറീസോ, അതിനെ നമുക്ക് ഡിലീഷ്യസ് മെമ്മറി ആയിട്ട് വെക്കാം അല്ലേ. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് ഒന്നും ചോദിച്ചില്ലെങ്കിലും എല്ലാം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ എടുത്തു തന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. വാങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ, അതായിരിക്കും മെയിൻ ഉദ്ദേശം. താങ്ക് യു. Nice. You can buy mix them. So mix it. 100 gram is £6. It's by weight. You can choose this small bag. Oh. Yes. Sugar one. Yeah, canteen. Yeah. Turkish delight, and these are. Okay. The one you give one is this Yeah, one. sure. Yeah, okay. It's this one. Yeah, that Oh one. yeah. Chili and honey. Can I have it? Cashew. Yeah, sure. പ്രത്യേകിച്ച് പറയേണ്ടത് ഈ പുള്ളിക്കാരിയായിരുന്നു. 100 ഗ്രാമിന് എടുക്കാനിരുന്ന ഞാൻ ഏതാണ്ട് 200 ഗ്രാമിന് മുകളിലായിട്ടായിരുന്നു സാധനങ്ങൾ വാങ്ങിച്ചത്. അതും പുള്ളിക്കാരുടെ ഒരു കഴിവ് തന്നെയാണല്ലേ. കാണാനുള്ള ഭംഗിയും കഴിക്കാനുള്ള ടേസ്റ്റ് മാത്രമല്ലല്ലോ കാഷ്യൂസിനുള്ളത്. ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീൻസും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻറ്റും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ കാഷ്യൂസ്. ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ എന്നറിയില്ല. പിന്നെ കൂട്ടിന് കുറച്ച് സ്ട്രോബെറീസും ഞാൻ വാങ്ങിച്ചായിരുന്നു. That's all. Yeah. Thank you. You need bag? Oh no, I got bag in here. So sorry. It's okay. Take care. Thank you. Thank you so much. Bye. See ya. അങ്ങനെ വെള്ളവും പേസ്ട്രീസും നട്ട്സൊക്കെ വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയുള്ള എൻ്റെ ഉന്നം ഗോങ്ചയാണ്. എപ്പോൾ വന്നാലും ഗോങ്ച ഞാൻ മിസ് ചെയ്യാറില്ല. വേറൊന്നുമില്ല, എൻ്റെ ഫേവറേറ്റ് ബബിൾ ടീ. അങ്ങനെ ചുമ്മാ ബബിൾ ടീ എന്ന് പറയാൻ പറ്റത്തില്ല. ബബിൾ ടീയിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലേറ്റവും ഫേവറേറ്റ് ആണ് ഡേർട്ടി. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഡേർട്ടി. അടിപൊളിയാണിത്. നാട്ടിലേക്ക് ഒരു ഷേക്കും ബബിൾ ടീയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പൈൻസ് ഫ്രഷ് മിൽക്കും പിന്നെ ബ്രൗൺ ഷുഗറിൻ്റെ പേളും അതുപോലെ തന്നെ മിൽക്ക് ഫോമും ഓറിയോയുടെ ക്രംസും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഈ ഡേർട്ടി. സ്വീറ്റ്സ് ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകത ഒരു ക്രേവിങ്സ് ആണ്. ഇത് കഴിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. വേറൊരു ബബിൾ ടീയും എനിക്ക് ഇന്ന് വരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ട്രൈ ചെയ്തതിൽ ഏറ്റവും ലവ് ഇറ്റ് ഫസ്റ്റ് സിപ്പ് തന്നെയാണ് ഈ ഡേർട്ടി. ഇത് ഭയങ്കര ഫില്ലിംഗ് ആണ്. കുറച്ച് കഴിച്ചാൽ മതി ഒരു ഫുൾ മീൽ കഴിച്ചതിൻ്റെ ഫീലാണ്. ചില സമയങ്ങളിൽ ഒരുപാട് ചിന്തിക്കാത്തതാ നല്ലത്. എന്ത് കഴിച്ചു എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഗുഡ് മീല് ഗുഡ് റെസ്റ്റും എല്ലാം ഫിക്സ് ചെയ്യുന്നതാണല്ലോ പറയുന്നത്. ഇവിടുന്ന് ഇറങ്ങി പെട്ടെന്ന് പോകാമെന്നായിരുന്നു ഞാൻ കരുതിയത്. അപ്പോഴായിരുന്നു അടുത്തുള്ളൊരു ഷോപ്പിൽ കുറച്ച് ഹോം ഐറ്റംസ് ഒക്കെ ഉള്ളതായി ഞാൻ കണ്ടത്. ചുമ്മാ കയറി ഇറങ്ങിയെങ്കിലും ഒന്നും വാങ്ങിച്ചില്ല. കാരണം എനിക്ക് ട്രെയിനുണ്ട്. അതുമാത്രമല്ല, മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു GP അപ്പോയിൻമെൻറ്റ് കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം. ചിലപ്പോഴൊക്കെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ ഞാൻ ഒരുപാട് ഐറ്റംസ് വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവെക്കാറുണ്ട്. പിന്നെ ഒരാവശ്യമില്ലാതെ എടുത്ത് കളയേണ്ടിയും വന്നിട്ടുണ്ട്. സോറി ഗൈസ്, വീഡിയോ കുറച്ച് ലോങ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. എന്നാലും ഇത്രയും നല്ലൊരു ദിവസം എനിക്ക് കട്ട് ചെയ്ത് കളയാൻ ഒട്ടും തോന്നിയില്ല. കാണാനുള്ളൊരു വൈബ് മാത്രമായിരുന്നില്ല. സമ്മറിന് എന്തോ ഒരു ഭംഗിയാണ് ഇവിടെ വരുമ്പോൾ. സോറി ഗൈസ്, വീഡിയോ ഇടാൻ ഒരുപാട് ഡിലേ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം മാക്സിമം ഫാസ്റ്റ് ആക്കാൻ നോക്കാം. വർക്ക് ഒരുപാട് ഹെക്റ്റിക്കായിരുന്നു. അതൊരിക്കലും ഒരു എക്സ്ക്യൂസസ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കുഞ്ഞ് റിമൈൻഡർ തരാം. ചിലപ്പോഴൊക്കെ ലൈഫ് ഒരുപാട് ഓവർവെൽമിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രെസ് ആയിരിക്കാം. എന്താണെങ്കിലും ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രീത്ത്. ഓക്കെ, നമ്മളും ഇവിടെ വരെയൊക്കെ എത്തിയുള്ളൂ എന്നുള്ളൊരു പ്രൗഡ് ഫീല് എന്നും നമുക്ക് നമ്മളോട് തന്നെ ഉണ്ടായിരിക്കണം. എനിക്കെന്നും ഈ ചാനലിൽ ഗുഡ് വൈബ്സും അല്ലെങ്കിൽ റീലല്ലാത്ത റിയൽ ആയിട്ടുള്ള മൊമെൻറ്റ്സും ഷെയർ ചെയ്യാൻ ഇഷ്ടം. ഈ വീഡിയോയുടെ ഈ ഒരു പോർഷൻ വരെയെങ്കിലും നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഐ നോ യു ആർ ഹിയർ ഫോർ എ ബ്രേക്ക്. താങ്ക് യു. പിന്നെ മറക്കരുത്, ഈവൻ സ്മോൾ സ്റ്റെപ്സ് കൗണ്ട്. യു ഗോട്ട് ദിസ്.
എന്നാൽ പിന്നെ നമുക്കിനി വീട്ടിൽ പോയാലോ? അവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു കൺഫർമേഷന് വേണ്ടി ഞാനൊന്ന് ചോദിച്ചേക്കാന്ന് കരുതി. Hiya. I'm sorry. Is this the train to York? Thank you. ഈ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം, ഇന്ന് വീക്കെൻഡ് ഒന്നുമല്ല, വീക്ക് ഡേ ആണ്. കാരണം ഇന്ന് എനിക്ക് GP അപ്പോയിൻമെൻറ്റുള്ള ഒരേ ഒരു കാരണം പറഞ്ഞാണ് ഞാൻ ഓഫ് എടുത്തിരിക്കുന്നത്. ഇനിയൊരു വീഡിയോയിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഓഫീസും അതിൻ്റെ ഡീറ്റെയിൽസും കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മീ ടൈം ഇതിവിടെ അവസാനിക്കാൻ പോവാണ്. വേറൊന്നല്ല, എന്നെ വെയിറ്റ് ചെയ്ത് വെളിയിൽ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഇനി മീ ടൈം എന്നതിന് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ. വണ്ടി പാർക്ക് ചെയ്യാൻ പോയിരിക്കുക. അപ്പോൾ എന്തായാലും പുറത്ത് നല്ല തണുപ്പുണ്ട്. ഈ കാണുന്ന വെയിലുണ്ടെന്നേ ഉള്ളൂ, നല്ല കാറ്റും അതുപോലൊരു ചെറിയ തണുപ്പുമുണ്ട്. പുറത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്നെങ്കിലും നേരെ പോയത് എൻ്റെ ബാഗിൻ്റെ അടുത്തേക്കാണ്. എന്നെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ബാഗിലേക്കാണ് നോക്കിയത്. എന്തെങ്കിലും കാണുമെന്ന് ജിക്ക് നന്നായിട്ട് അറിയാം. അപ്പോയിൻമെൻറ്റിന് 10 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ക്ഷമ തീരെയില്ല. അവിടെ ഇരുന്ന് എന്തൊക്കെയോ ഞാൻ കാണിക്കുമായിരുന്നു. എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ മതി എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ മെഡിസിനും വാങ്ങി അപ്പോയിൻമെൻറ്റും കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഓടിപ്പോവായിരുന്നു. അങ്ങനെ എന്നെയും കാത്ത് എൻ്റെ രഥം ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ പോകാം അല്ലേ. എല്ലാവരോടുമായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ കൈൻഡ്, സ്റ്റേ പോസിറ്റീവ് ആൻഡ് സീ ഓൺ നെക്സ്റ്റ് വീഡിയോ. അങ്ങനെയല്ലേ എല്ലാവരും പറയുന്നല്ലേ, ഞാനും അങ്ങനെ പറയാം. ബൈ. ചിരിച്ചോണ്ടോ? ബൈ.